Hello. Hello. Welcome to our channel. I am Jishnu. Midla. Okay. അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എന്റെ കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു RC കാർ വാങ്ങണമെന്ന്. അപ്പോഴത്തേക്കും എന്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്റെ ബർത്ത്ഡേക്ക്. ഇതെല്ലാം നടക്കുമോ? സിമ്പിൾ. അപ്പൊ സംഭവം നമുക്ക് ആദ്യം പ്രാവശ്യം കിട്ടിയതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ തിരിച്ചയച്ചു. പുള്ളി അതുപോലെ തന്നെ വേറെ റിപ്ലേസ് ചെയ്ത് തരുകയും ചെയ്തായിരുന്നു കേട്ടോ. ഇതപ്പോ നമുക്ക് തോന്നുന്ന സാധനം ഇത് വന്ന് കിട്ടിയപ്പോൾ എന്റെ സാധനം കൂടി പോകുന്നു. ഈ കൊറിയർ അയക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാ സംഭവം. ഇതിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അപ്പൊ അത് ഇവിടെ എല്ലാം കുറെ സാധനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് പ്രൊപ്പോർഷണൽ സ്പീഡ് കൺട്രോൾ, 1.5 ഹൈ സ്പീഡ് ബൂസ്റ്റ്, ഡ്യൂറബിൾ മെറ്റീരിയൽ, പിന്നെ ലൂമിനസ് ഹെഡ്ലൈറ്റ്, ബ്രൈറ്റ് ടെയിൽ ലൈറ്റ്, റിമോട്ട് കൺട്രോൾ, പ്ലേ ടൈം 60 മിനിറ്റ് വരെ നമുക്ക് ഇത് ചാർജ് ചെയ്താൽ കളിക്കാവുന്നതാണ് പറഞ്ഞത്. അതായത് 1 മണിക്കൂർ. ഏജ് 4+, 4 വയസ്സിന് മേളില്ല. അപ്പൊ നമുക്ക് കളിക്കാം, കുഴപ്പമില്ല. ഇതാണ് സാധനം. കണ്ട എങ്ങനെയുണ്ട്? ഇങ്ങനെ നമുക്കൊന്ന് തുറന്നു നോക്കാവേ. ഇതാണ് അതിന്റെ. എടാ ഇതിന്റെ ബാറ്ററി ഒന്നും ഇതൊന്നും ഇല്ലല്ലോ. ഇതവിടെ പോയി. ബാറ്ററി ഇവിടെ ഉണ്ട്. പുറത്തെ സാധനം ഇവിടെ ഉണ്ട്. സോറി ഗായ്സ്, ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് ചാർജിങ് വയർ ഒരെണ്ണം കിട്ടുന്നുണ്ട്. അത് കൂടാണ്ട് ബുക്ക്. ഇത് വായിച്ചു നോക്കിയിട്ട് ഓടിച്ചാൽ മതി. ഞാൻ വായിച്ചു നോക്കാറൊന്നുമില്ല. കിടക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കാർ എടുക്കാം. ഇതിന്റെ കുറെ കളർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ചേട്ടന്റെ കയ്യില് ഇത് രണ്ടായിരുന്നു. ബാക്കി രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നു. ഇത് മിറാന എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കേട്ടോ. സംഭവം ഇതിന്റെ തന്നെ വേറെ ഐറ്റം ഉണ്ട്. അതായത് നമുക്ക് ഇതിന്റെ ആപ്പ് ഉണ്ട്. ഇത് റിമോട്ട് കൺട്രോൾ വെച്ച് യൂസ് ചെയ്യണം. അത് കൂടാണ്ട് ഇതിന്റെ ഒരു ആപ്പ് യൂസ് ചെയ്തപ്പോ നമുക്ക് ഫോണിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. അതിന് കുറച്ചുകൂടെ വില കുറവാന്ന് തോന്നുന്നു. ഇതിപ്പോ റിമോട്ട് കൺട്രോൾ വന്നാലും ഇതാ അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. ഉണ്ട് കൊള്ളാല്ലേ? ലുക്കില്ലേ? എന്ത് പക്ഷേ അപ്പോ നമുക്കിനി ബാറ്ററി ഇടാവേ. ബാറ്ററി എടുക്കട്ടെ. ചാർജ് ചെയ്യേണ്ടി വരും എന്നാ പറഞ്ഞത്. നമുക്ക് നോക്കാം. ചാർജ് ഇല്ലെങ്കിൽ ഒന്ന് ചാർജ് ചെയ്തിട്ട് ഓടിച്ചു. ഇതിൽ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഓണാക്കി നോക്കാം. സംഭവം നമുക്ക് പോയി ഒന്ന് ഓടിച്ചു നോക്കാം സംഭവം. ഓക്കെ. ഈ സംഭവത്തിന് ലൈറ്റൊക്കെ ഉണ്ട്. കണ്ടല്ല? ലുക്കല്ല സാധനം കാണാം. പിന്നെ ഇത് ഈ കാണുന്നത് ഇവിടെയാണ് പവർ ബട്ടൺ. അതുകൊണ്ടുള്ളത് ഇതാണ് സ്റ്റിയറിങ്. ഈ നമുക്കിത് ഇങ്ങനെ കൺട്രോൾ ചെയ്യും. ഈ സാധനം വെച്ച് നേരെ ആക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് നേരെ ഇരിക്കും. ഒരു സൗണ്ടൊക്കെ വന്നിട്ടുണ്ടോ കേട്ടോ? കേട്ടോ. വണ്ടിയുടെ നമുക്ക് ഇന്ന് ഓടിച്ചു നോക്കാം. അങ്ങനെ ടെറസിൽ പോയിട്ടുണ്ട്. ചാർജ് ചെയ്തു. ഇനി ഒന്ന് പോയി കുത്തിയിട്ടിട്ട് വരാൻ.
അങ്ങനെ നമ്മൾ ടെറസിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നല്ല വെയിലുണ്ട്, എന്നാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. വേറെ മനെ ഒരാളുടെ കാലിടിച്ചു. വേദനയുണ്ടോ താങ്കൾക്ക്? താങ്കളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ? പൈസ കൂടെ ചാടിക്കുന്ന എന്തോരം ഡിസ്റ്റൻസ് പോകുന്നു നോക്കാവേ. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നതിന് എന്തോരം ദൂരം പോകുന്നു. അത്രേ ഉള്ളൂ. ഒരു 20 അടി. അതെ, ഒരു 20 അടി മാക്സ്. ഒരു 20 അടി പോവാ, അതിൽ കൂടുതൽ പോകില്ല. എനിക്ക് ഗിഫ്റ്റ് ചെയ്താന്ന് പറഞ്ഞിട്ട് തന്നെ ഓടിച്ചോണ്ട് നടക്കും. എനിക്ക് തന്നെ ഇല്ല, ഇത് കൊള്ളാമല്ലോ. ഇടിച്ചു നിർത്താൻ നോക്കിയതാ. ചെറുപ്പതാ കല്ലിൻ്റെ ഒക്കെ മാതിരി ഒരു ചീര ഇട്ടിട്ടുണ്ട്. സംഭവം 2 സ്പീഡുണ്ട്. നമ്മൾ പയ്യെ ഒന്ന് കൊടുക്കുവാണെങ്കിൽ ഇത് ഇങ്ങനെ പൊക്കോളും. പയ്യെ മറ്റൊക്കെ ക്രൗൾ ചെയ്ത് പോകണ മാതിരി പൊക്കോളും. കണ്ടോ? നമുക്കിങ്ങനെ നൈസായിട്ട് കൊണ്ടു കിടക്കാം. ഇങ്ങനെ ഉണ്ടോ? കുറച്ചുകൂടെ നിൽക്കുവാണെങ്കിൽ ഫുള്ള് സ്പീഡിൽ പൊക്കോളും. അങ്ങനെ ഇഷ്ടപ്പെട്ട ബേബി ആർസി സാധനം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽസും സാധനങ്ങളൊക്കെ താഴെ ഇട്ടേക്കാം. വേണ്ടവർ വേണമെങ്കിൽ പോയി വാങ്ങിച്ചോട്ടോ. സംഭവം കൊള്ളാം. ഒരു ബിഗിനർ സ്റ്റാർട്ട് ചെയ്യണവർക്ക് അടിപൊളി സാധനം. അവർക്ക് ഞങ്ങൾ വാങ്ങിച്ചാലുള്ള നമ്പർ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ, വേണമെങ്കിൽ പോയി വാങ്ങിച്ചോ. ഓക്കെ, സംഭവം ഒരു ബിഗിനർ ലെവലിന് അടിപൊളിയാണ്. അപ്പോൾ ശരി, ബൈ. ബൈ.